വീട്ടമ്മയുടെ സ്വർണ്ണമാല കവർന്ന കേസിലെ പ്രതികളെ 24 മണിക്കൂറിനകം തൊടുപുഴ പോലീസ് പിടികൂടി. മണക്കാടിന് സമീപം തോട്ടിൽ കുളിച്ചുകൊണ്ട് നിന്ന വീട്ടമ്മയുടെ മാല കവർന്ന കേസിലെ പ്രതികളാണ് ആലപ്പുഴയിൽ നിന്ന് പിടിയിലായത്. ഇവരെ സ്ഥലത്തെത്തിച്ചു തെളിവെടുപ്പ് നടത്തി. തൃശൂർ വെള്ളാങ്കല്ലൂർ വിളയനാട്ട് ആലപ്പാടൻ വീട്ടിൽ അലൻ, തൊടുപുഴ മണക്കാട് തൊട്ടിയിൽ ആനന്ദ് ബിജു എന്നിവരാണ് പിടിയിലായത്. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മണക്കാട് ചെറുകാട്ടുപാറയ്ക്ക് സമീപം തോട്ടിൽ കുളിക്കാനെത്തിയ വീട്ടമ്മയുടെ മാലയാണ് പ്രതികൾ ഇവരുടെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ ശേഷം പൊട്ടിച്ചു കടന്നു കളഞ്ഞത്. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായ വീട്ടമ്മ ഭർത്തൃമാതാവിനും കുട്ടിക്കുമൊപ്പമാണ് തോട്ടിൽ തുണിയലക്കാനും കുളിക്കാനുമായി എത്തിയത്. ഭർത്തൃമാതാവും കുട്ടിയും പോയതോടെ ഇവർ തനിച്ചായ സമയത്താണ് ഒരാളെത്തി മാല പൊട്ടിച്ച് രക്ഷപ്പെട്ടത്. പിന്നീട് പ്രതികൾ സ്കൂട്ടറിൽ പ്രദേശത്തു നിന്നും കടന്നു കളയുകയായിരുന്നു. മോഷണം നടത്തുന്നതിനായി 2 ദിവസമായി പ്രതികൾ പ്രദേശത്ത് നിരീക്ഷണം നടത്തിയെന്ന് പോലീസ് വ്യക്തമാക്കി. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചെങ്കിലും ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ പോലീസിന് ആദ്യഘട്ടത്തിൽ മോഷ്ടാക്കളെക്കുറിച്ച് വിവരം ലഭിച്ചില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം മേഖലയിൽ നിന്നും കടന്നയാളുകളെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത്. കൂടാതെ പെട്രോൾ പമ്പിൽ നിന്നും ഇവർ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തെക്കുറിച്ചും വിവരം ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മാന്നാറിൽ നിന്നും ഇവർ പിടിയിലായത്. മോഷണം ആസൂത്രണം ചെയ്ത അലൻ പോക്സോ കേസിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളെ മോഷണം നടത്തിയ സ്ഥലത്തും മാന്നാറിലും എത്തിച്ച് തെളിവെടുത്തു. അപഹരിച്ച സ്വർണ്ണമാലയും കണ്ടെടുത്തു. തിങ്കളാഴ്ച ഇവരെ കോടതിയിൽ ഹാജരാക്കും. തൊടുപുഴ CI S മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ SI NS റോയി, ഗ്രേഡ് SI അജി, SCPO രാജേഷ്, CPOമാരായ അനൂപ്, മുജീബ്, രാജേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്.